എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. എന്നാൽ ചില മനുഷ്യർ അങ്ങനെ തന്നെയാണ്. മറ്റൊരാളെ പരിഹസിക്കാൻ അവരുടെ മുന്നിൽ വീണു കിട്ടുന്ന ഒരു നിമിഷവും അവർ പാഴാക്കുകയേയില്ല. എന്നിട്ട് അത് അവരുടെ ജീവിതത്തിൽ എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ആ ഒരു നിമിഷം അവർ അനുഭവിക്കുന്ന മാനസിക വൈകൃതം എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഒന്നും നേടാനില്ല. എന്നാൽ ആ പരിഹാസം ഏറ്റുവാങ്ങുന്നവൻ്റെ ആ ഒരു നിമിഷം ഒന്ന് ഓർത്തു നോക്കിക്കേ. അവൻ എത്രത്തോളം അല്ലെങ്കിൽ അവൾ എത്രത്തോളം മാനസിക വിഷമത്തിലൂടെയായിരിക്കും മറ്റുള്ളവരുടെ ചുറ്റിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്നത്. എപ്പോഴും ആ ഒരു പരിഹാസം അവരെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ പരിഹസിച്ച ആ ഒരു നിമിഷം, ആ പരിഹസിച്ച ആ ഒരു വ്യക്തി ജീവിതത്തിൽ എല്ലാം നേടിയവനാകുമെന്ന്. ഒരിക്കലുമില്ല. ആരെയാണോ നിങ്ങൾ പരിഹസിച്ചത്, ആ പരിഹാസം തീർച്ചയായും ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ നിങ്ങൾ ഇരു കൈകളും നീട്ടി തയ്യാറായിക്കോളൂ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ബൂമറാങ് പോലെ തിരിച്ച് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതനുഭവിക്കാതെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ വിട്ട് എങ്ങും പോകാൻ കഴിയുകയില്ല. പരിഹസിച്ചോളൂ, പക്ഷേ ഒരു നിമിഷം ചിന്തിക്കുക, ഇത് തിരിച്ച് എൻ്റെ ജീവിതത്തിലും ഇതുപോലെ മറ്റൊരാളാൽ ഞാൻ അവഗണനയും പരിഹാസവും ഏറ്റുവാങ്ങേണ്ടി വരുമെന്നോ, അല്ലെങ്കിൽ അതിൽ കഠിനമായ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റുവാങ്ങിയേ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ട് വേണം മറ്റുള്ളവരെ പരിഹസിക്കാനും തരം താഴ്ത്തി സംസാരിക്കുവാനും.